ഗൈസ്, അപ്പം ഞങ്ങളിത് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. കുറച്ച് പർച്ചേസ് ഉണ്ട്, അപ്പം ക്രിസ്മസ് പർച്ചേസ് തന്നെയാണ്. അപ്പം ഞങ്ങൾ 4 പേരും കൂടി ഇറങ്ങി പുത്തമ്പള്ളി സൈഡിലോട്ടേക്കാണ് പോകുന്നത്. അവിടെ എത്തി ഇതേ പിള്ളേരും കൊണ്ട് നടക്കുകയാണ്. ഇനിയിപ്പം കുറച്ച് സാധനങ്ങൾ മേടിക്കണം. എത്ര പെട്ടെന്നാലും ഓരോ വിശേഷങ്ങൾ വരണതും പോണതൊക്കെ പെട്ടെന്ന് ഇനിയിപ്പോൾ ന്യൂ ഇയർ ആവും. അപ്പോൾ അതേ കുറേ സ്റ്റാറുകൾ ഫസ്റ്റ് തന്നെ കാണാണ്ട് ഞങ്ങളിങ്ങനെ നടക്കാണ് കേട്ടോ. അതിനെ കൂടെ നടക്കാനൊന്നും സ്ഥലമില്ല, കാരണം ഒരുപാട് വണ്ടികൾ, അതിൻ്റെ ഇടയിൽ ആൾക്കാരുടെ തിരക്കൊന്നും പറയണ്ട, നല്ല തിരക്കാണ്. അതിൻ്റെ ഞങ്ങൾ നടക്കാൻ ഇനിയിപ്പോൾ അതിൻ്റെ ഇടയിൽ ക്രിസ്മസ് ട്രീ കണ്ടപ്പോൾ എൻ്റെ ഒരു ചെറിയൊരു പ്രഹസനം ഉണ്ടാകും ഗൈസ്. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ എവിടെ പോകുന്ന ആലോചിക്കാനുണ്ടോ, ഒരുപാടുണ്ട്, കൺഫ്യൂഷൻ അടിക്കാൻ വേറെ വഴിയില്ല. അപ്പോൾ അതേ പോയി ഇജാതി സാധനങ്ങൾ ഏതെടുക്കണ്ടേന്നൊരു ഐഡിയ ഇല്ല. കുറേ സാധനങ്ങളുണ്ട്. നമ്മളിപ്പോൾ കുറേ നേരം നിന്നതിന് ശേഷം എന്തൊക്കെയാണ് വേണ്ടതെന്നൊന്ന് ഡിസൈഡ് ചെയ്ത് നമുക്ക് വേണ്ട സാധനങ്ങൾ നമ്മൾ മേടിച്ചു വിടാം. എന്നിട്ടും കഴിയണമെന്നില്ല, ഇനി ഏതെടുക്കണം എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. കാരണം അത്ര നമുക്ക് പറഞ്ഞാൽ തീരാത്ത സാധനങ്ങളാണ് അവിടെ എല്ലാം. ഷോപ്പിലാണെങ്കിൽ നല്ല തിരക്കാണ്, പുറത്ത് പറയണ്ട. എല്ലാ ഷോപ്പിലും ഓൾമോസ്റ്റ് നല്ല തിരക്കുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും മിക്കതും ക്രിസ്മസ് പർച്ചേസിന് തന്നെയായിട്ട് ഇറങ്ങിയേക്കാണ്. പുൽക്കൂട് ഒരിക്കലും അങ്ങനെ അതേ. അപ്പോൾ കുറേ സ്റ്റാൻഡുകൾ നിൽക്കുന്നത്, വലുതും ചെറുതൊക്കെ കുറേ സ്റ്റാൻഡുകളുണ്ട്. ഞങ്ങൾ അതൊക്കെ നോക്കിയിട്ട് ഓളുകളൊക്കെ നോക്കിയാണ് കുറച്ച് സാധനങ്ങളൊക്കെ വെച്ച് ഞങ്ങൾ ഭക്ഷണം വല്ല കഴിക്കാമെന്നുള്ള രീതിയിൽ കയറിയിരുന്നു. അപ്പോൾ ഞങ്ങൾ ചാറ്റാണ് പറഞ്ഞത്. അപ്പോൾ വടാപ്പാവും പാനിപ്പൂരി മേടിക്കാനായിട്ടിരുന്നു, അത് കഴിച്ചു. അത് കഴിച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊന്നും തന്നില്ല എന്നുള്ള ഭാവത്തിൽ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് സാധനങ്ങൾ കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ നല്ല രസമുണ്ട് കാണാൻ. ഞങ്ങൾക്ക് തലയിൽ വയ്ക്കുന്ന കായം ഇനിയിപ്പോൾ അവിടെ നിന്ന് റെഡി ആവില്ല എന്ന് മനസ്സിലാക്കി ഞങ്ങളൊന്നും പതിയെ ഇറങ്ങി ഫുഡ് കഴിക്കാനായിട്ട് കയറി. അപ്പോൾ അതേ ഫുഡ് വരാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതേ ഫുഡ് വന്നു. അപ്പോൾ ഞങ്ങൾ കുഴിമന്തിയാണ് കഴിച്ചത്, അത് കഴിച്ചു. വയറ് ഫുള്ളായി. നേരെ വീട്ടിലെത്തി. ഇനി അടുത്ത വിശേഷം അടുത്ത വീഡിയോയിൽ. ബൈ.